അല്ല, അദ്ദേഹത്തിന് ആ പത്രസമ്മേളനം ചേട്ടൻ കണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതിനകത്ത് അദ്ദേഹം കൊടുക്കുന്നൊരു ബൈറ്റുണ്ട്. അപ്പം ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ആരെയോ തല്ലുകയും അവിടെ വെച്ചിട്ട് തന്നെ മാപ്പ് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ഇപ്പോൾ പ്രഗത്ഭനായിട്ടുള്ളൊരു ഹീറോ ആണെന്നും ഒരു നടനാണെന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും സെറ്റിൽ കേട്ടിട്ടുണ്ടോ ചേട്ടൻ? എനിക്കറിയില്ല, എനിക്ക് അതിനെ പറ്റിയൊന്നും കേട്ടിട്ടില്ല. അത് ഞാനല്ല, എന്നെ ഉദ്ദേശിച്ചായിരിക്കും. ചേട്ടനാണെന്നല്ല പറഞ്ഞത്, അതങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ട് സംഭവിച്ചത് ഒന്നുമില്ല. അല്ല, എല്ലാം തുറന്നു പറയുന്ന ആളാണ്. അപ്പം കള്ളം പറയില്ല, നമുക്ക് നന്നായിട്ട് ഇല്ല, അറിയാം. എനിക്കറിയില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ ആണെന്ന് തന്നെ പറയും. എന്തിനാ പറയണ്ട? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റുള്ളവരുടെ കാര്യം ഞാൻ തുറക്കാതെ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. ഇപ്പോൾ തുറന്ന പുസ്തകമല്ലേ കാണിച്ചപ്പോൾ രമ്യ എനിക്ക് ഓടാൻ പോയത്. രമ്യ മതി എന്ന് പറഞ്ഞ് പോകാൻ പോയത്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് മടി കനമില്ല ഭായി. ഞാൻ ആരെയും പേടിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരെ പറ്റി ഞാൻ പറയുന്നില്ല, എൻ്റെ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആരെങ്കിലും പറ്റി ഒരു മോശം പറഞ്ഞു ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ എന്നെയാണ് ഞാൻ പറയുന്നത്. അതെ അതെ അതെ. എൻ്റെ കുടുംബത്തിനെ പറ്റിയാണ്. ഇപ്പം നാളെ എനിക്കെതിരെ സുധീർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ആരും വരില്ല. സുധീറിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് എനിക്ക് പറയാം. ചേട്ടന് പറയാത്. എനിക്ക് പറയാം. പോകുന്നില്ല, ഞാൻ പീഡിപ്പിക്കാൻ പോകുന്നില്ല. എന്നെ കാലാകാലങ്ങളായിട്ട് പലരും വന്ന് പീഡിപ്പിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ചേട്ടാ, മക്കളെ കുറിച്ചൊന്ന് പറയോ? പ്രിയയുടെ 19ാമത്തെ വയസ്സിൽ മൂത്തമൻ, എൻ്റെ 25ാമത്തെ വയസ്സിൽ മൂത്തമോനിപ്പം 25 വയസ്സാകാൻ പോകുന്നു. ഇളയാൾക്ക് 22 ആവുന്നു. ഇതാണ് 2 മക്കൾ, 2 ആൺപിള്ളേരാണ്. 2 പേരും കാനഡയിലാണ്. ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാളുടെ പഠിത്തം കഴിഞ്ഞ് ഇപ്പം ജോലിയിൽ കയറാൻ പോകുന്നു. സേഫ്. അതാ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിള്ളേർ അവർക്ക് അവരെ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം, ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒന്നുമില്ല. ആരെ വേണമെങ്കിലും, ഏത് മതത്തിൽ നിന്നോ ഏത് ജാതിയിൽ നിന്നോ എന്ത് വേണമെങ്കിലും കല്യാണം കഴിക്കാം. അവരെ ഞാൻ വളർത്തിയത് ഏകദൈവത്തിൽ വിശ്വസിക്കുക, ദൈവമേന്ന് വിളിക്കുക. നീ വേണം അല്ലാഹു എന്ന് വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ. അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോകും. അവരെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. അവരെപ്പോഴും പറയാം, മനസ്സ് നന്നായാൽ മതി. ഇങ്ങോട്ട് പറയും. മറ്റുള്ളവരുടെ നമ്മൾ മുഖാന്തരം, എൻ്റെ മക്കളെ പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞതാണ്. നമ്മൾ മുഖാന്തരം ആരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴരുത്. നമുക്ക് കിട്ടുന്നത് പാതി, അല്ലെങ്കിൽ കിട്ടുന്നതിൽ അംശം മറ്റുള്ളവർ കൊടുക്കുക, എന്നിട്ട് ദൈവമേന്ന് വിളിക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ വേറെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് തന്നെ രാവിലെ തന്നെ ഇല്ല, മോന് വന്നിട്ട് പോയായിരുന്നു മൂത്താള്. ഇനിയിപ്പോൾ ഇളയാൾ അടുത്ത മാസം വന്നുണ്ട്. ഓണത്തിന് വരുന്നുണ്ടോ? ചേട്ടൻ എന്താ പറയാൻ വന്നേ? അല്ല, ഞാൻ പറയാം, ഇന്ന് രാവിലെ തന്നെ ഇന്ന ആൾക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. നമുക്കറിയില്ല, അത് അവൻ്റെ ഫ്രണ്ടിന് ആരോ ഹെൽപ്പ് ചെയ്യാണ്. അത് തന്നെ. അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ചേട്ടനും ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഹെൽപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരു കുട്ടിയെ ദാനം ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്നൊരു സർവൻറ്റ് ഇത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു തരും. ഇതൊക്കെ ആരോടും പറയാത്ത കഥകളാണ്. ചേച്ചി പറയണം, ചേച്ചി കുറച്ച് എനിക്ക് അന്ന് വയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു സെർവൻറ്റിനെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അവരെ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അത് ആ കുട്ടി ആദ്യം ഏതോ പാസ്പോർട്ട് ഓഫീസിലോ എവിടെയോ വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കൊന്ന് മാറി നിൽക്കണം. ജിമ്മിൽ ട്രെയിനറായിട്ട് പാസ്പോർട്ട് ഓഫീസിലായിരുന്നു. പിന്നെ ജിമ്മിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പാസ്പോർട്ട് ഓഫീസിലാണ്, മറന്നുപോയി. അപ്പോൾ കുറച്ച് നാൾ ഒന്ന് മാറി നിന്നാൽ മതി. ഇപ്പം എന്താ വീട്ടിലെ ജോലിയോ കുട്ടികളെ നോക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അധികം പ്രായമില്ല കുട്ടിക്ക്, 22 വയസ്സങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചുമ വന്നിട്ട് ഇൻഫെക്ഷനായി. അപ്പോൾ എനിക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു 2-3 മന്ത്സിന് വേണ്ടിയിട്ട് അന്ന് കുട്ടികൾ ചെറുതാണ് 2 പേരും. അപ്പോൾ വീട്ടിൽ അത്യാവശ്യം ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ എന്നോർത്തപ്പം ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ വന്നപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ കിച്ചണിലെ പണിയെല്ലാം ചെയ്യാം, ഇങ്ങനെ ഈ തൂക്കൽ തുടയ്ക്കൽ അതൊക്കെ എനിക്ക് ഇത്തിരി ക്ലീനിങ് വയ്യ, നിന്നുകൊണ്ട് ഇങ്ങനെ കറിക്കരിയൽ കുക്കിങ് അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പതുക്കെയാണല്ലോ ഞാൻ ചെയ്തോന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്കും വയ്യ പറഞ്ഞ്, അല്ല ചേച്ചി എനിക്ക് അത്രയ്ക്ക് വയ്യ കഴിഞ്ഞിട്ടാ ചേച്ചി ഇതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലീനിങ് തുടങ്ങി, പുള്ളിക്കാരി കുക്കിങ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു 2 മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രഗ്നൻ്റാണ്, പിന്നെ അവിടെ പാസ്പോർട്ട് ഓഫീസിൽ ഉള്ള ഒരാളുമായിട്ട് അഫെയർ ആയിരുന്നു, അതുകൊണ്ടാണ് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കുനിയാൻ വയ്യാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് എങ്ങനെ കൊണ്ടുപോകാൻ, അവരുടെ വീട്ടിൽ ചിലപ്പോൾ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്നാമതൊരു പെൺകുട്ടിയും കൂടെ അല്ല ഞങ്ങൾ ഭയങ്കര പറഞ്ഞു വിട്ടേക്കാം, ഞങ്ങൾ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. കാര്യം ഇവിടെ നിർത്തി കഴിഞ്ഞാലേ പിന്നെ ഒന്നാമത് കാര്യം അപ്പം ഇത് ആരാണ് എൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വിട്ട് പറയുന്നുമില്ല. ഇത് ആരാളെന്ന് വെച്ചപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു വിടും. ഈ കൊണ്ടാക്കിയവരെയൊക്കെ കൊണ്ടുവന്ന് സംസാരിച്ച് പറഞ്ഞു വിടാൻ തീരുമാനിച്ചപ്പോൾ കരഞ്ഞിട്ട് പ്രിയയുടെ കാലാലിക്ക് വേണം ചേച്ചി ഈ അവസരത്തിൽ പറഞ്ഞു വിടുന്നത് ആളുടെ പേര് ഇന്ന പേരാണ്, ആളെ ഞാൻ വിളിച്ചു വരുത്താം, അയാൾ വന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയല്ലേ. അപ്പോൾ പറഞ്ഞ പാസ്പോർട്ട് ഓഫീസല്ല, പുള്ളിയിൽ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ അയാൾ കോയമ്പത്തൂർ എവിടെ ഒരു കമ്പനി ജോലി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് പുള്ളി വരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വെയിറ്റ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് 5 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് താഴെ വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി താഴെ ചെന്നപ്പോൾ താഴെ ആരെയും കാണുന്നില്ല. ഇവിടെ ആരെങ്കിലും വണ്ടി വന്നോ, ഓട്ടോ ഒന്നും വന്നില്ല. ഇവിടെ ആരും നിൽപ്പുണ്ടോ നോക്കിയപ്പോഴത്തേക്ക് ഒരു കയ്യിലേക്ക് കൊടുത്ത് ഒരു കീറ കയ്യിലല്ല, ഒരു അതുപോലത്തെ ഒരു മുണ്ട് കൊടുത്ത് ഒരു കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബാഗ് തൂക്കറുത്ത് നിൽക്കണം. നോക്കിയപ്പോഴത്തേക്ക് ഈ കള്ളവണ്ടി കയറിയൊക്കെ ട്രെയിനകത്ത് വന്ന ഈ പേരില്ലേ അതുപോലെ ഒരുത്തൻ. എന്നിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് ചോദിച്ചു. പറഞ്ഞ യെസ് ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞ അപ്പോൾ ഇംഗ്ലീഷ് അല്ല. എന്നിട്ട് വാട്ട്സ് യുവർ നെയിം? അപ്പം ന്യൂ പ്ലീസ് കം. എന്നിട്ട് എനിക്കൊന്ന് ബാത്ത് ഷവർ ചെയ്യണം, അതിനുള്ള അവസരമുണ്ടോ നിങ്ങളവിടെ? അപ്പോൾ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയിരിക്കുക. ഇയാളെ ലിഫ്റ്റിനകത്ത് കയറിയിട്ട് സ്മെല്ല് കൊണ്ട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. മെഡിക്കൽ റെപ്പാന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഡ്രസ്സ് അയാളെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിരിക്കുക, എന്തൊക്കെ അടിച്ചിട്ട് കയ്യിൽ നിന്ന് പോയിട്ട് മുഷിഞ്ഞ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നടന്ന വന്ന അവിടം വരെ. അയ്യോ. പിന്നെ വീട്ടിൽ വന്ന് കയറി ഞങ്ങളുടെ തുണികൾ എടുത്തു വാഷ് ചെയ്ത് അവിടെ ആദ്യം വന്ന് ഈ പുള്ളിക്കാരത്തെ നോക്കുകയൊന്നുമല്ല, ഇത് തുറന്നിട്ട് തുണിയൊക്കെ എടുത്ത് വെള്ളക്കിട്ട് ഇട്ടപ്പോൾ സ്മെല്ല്. ഇതൊക്കെ തന്നെ ചെയ്യുക, ഇതൊന്ന് വാഷ് ചെയ്യണം, എന്നിട്ട് എനിക്ക് പോകേണ്ടതാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല. എനിക്ക് കുറച്ച് ദിവസം കൂടെ എല്ലാം ഇങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, തിക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. ഇത് എവിടെ നിന്ന് അതേ നമ്മളാ അകത്തേക്ക് എന്നിട്ട് ഇവള് കിടന്ന് കരച്ചു തുടങ്ങി. എന്നെ അയക്കരുത്, ഇതെൻ്റെ ആളല്ല, ഇതെൻ്റെ ആളല്ല, ഇവനല്ല, നേരത്തെ ഉണ്ടായിരുന്നല്ല, ഇവൻ കയ്യിൽ നിന്ന് പോയിരിക്കും, ഇത് ഞാൻ, അതായത് ഇത് ഞാനല്ല, ഇത് പഴയ ആളല്ല, ഇത് പോയി, എന്നെ അയക്കരുത് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരച്ചിലും ബഹളവും. അവസാനം ശരി ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, അപ്പം ഇത് വാഷ് ചെയ്ത് വച്ചേക്കൂ, തൽക്കാലം അതിൽ നിന്ന് 2 ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പില്ല. അല്ല ഫുഡ് കഴിച്ചു? വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ ജിത്തേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ഇവനെ നൈസായിട്ട് ഒഴിവാക്കി, നമുക്ക് ഇവിടെ എങ്ങനെ എന്തെങ്കിലും ചെയ്യാം, എന്നിട്ട് ഒരു 1000K സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അവർ 1000 ബാഗ്സ് എന്താ പറഞ്ഞ ഉടനെ 1000 രൂപ ഞാൻ കയ്യിലേക്ക് എടുത്ത് കൊടുത്തു. നേരെ തിരിച്ച് വന്നപ്പോൾ ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ നടന്നു പോകുന്നുണ്ട്. കാരണം വണ്ടിക്കതൊന്നും കയറ്റാൻ പറ്റില്ല. ആ വേഷത്തിൽ തന്നെ അവർ 2 ഡ്രസ്സും എടുത്ത് ബാക്കി കുറേ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ട് കൺസ്ട്രക്ഷൻ പണിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേറെ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് പിണക്കണ്ടെന്ന് കരുതിയിട്ട് അതെല്ലാം ഒരു കവറിനകത്ത് കെട്ടി പുള്ളിക്കാരത്തി വന്ന് അവിടെ എടുത്തു വെച്ചു. എല്ലാം വഴിച്ച് ഇവർ പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് എന്ത് ചെയ്യണമെന്ന്. ഇത് അവസാനിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പോലീസൊക്കെ ഇടപെട്ടിട്ടാണ് ഇത് ഒതുങ്ങിയത്. കാരണം ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. ഇവരുടെ വലിയൊരു വീട്ടിലെ ഒരു കഥാപാത്രമായിരുന്നു ഇയാൾ, വലിയ പാലയിലെ വലിയ തറവാട്ടുകാരൻ. കിളി പോയിട്ട് ഇതിന്. പക്ഷെ അതിൻ്റെ ഹൈലൈറ്റല്ല, ഇതെല്ലാം സഹിച്ച അവരിപ്പോഴും വേറൊരു കുട്ടിയൊക്കെ ആയിട്ട് ഒരുമിച്ച് രണ്ടാമതൊന്നിച്ച് കല്യാണം അവര് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർ ഒരുമിച്ച് ജീവിക്കണം ഇവരിപ്പം. ചേച്ചി പഴയതെല്ലാം മറക്കണം, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കുളിപ്പിച്ചാണ്. ഞങ്ങളാരായി? ശശി. 2 മക്കളുണ്ട് തോന്നിപ്പോ. ഞങ്ങൾ ഫോണൊക്കെ കൊടുത്തേ ഇല്ല, സന്തോഷത്തോടെ വിട്ടതാ. അവര് പിന്നെ അവരൊന്നിച്ച് എന്തെല്ലാം സംഭവങ്ങള് നമ്മുടെ കുടുംബത്തില്. സുധീരേട്ടൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനി ഓണത്തിന് നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കുന്നതായിരിക്കും ഓണവിശേഷങ്ങളുമായിട്ട്.